നമസ്കാരം. ഗീതാമൃതത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗീതയുടെ ആഴമേറിയ അർത്ഥതലങ്ങളിലേക്ക് നാം ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നാലോചിച്ചാൽ മനസ്സിലാവും, ജീവിതത്തിൽ പരിവർത്തനമുണ്ടാക്കാൻ യഥാർത്ഥത്തിൽ നമുക്കൊരു മനോഭാവത്തിൻ്റെ മാറ്റം മാത്രം മതിയാകും. ഒരു നിമിഷ നേരത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ദൈർഘ്യം മാത്രം മതിയാകും. എന്നാൽ ആ തിരിച്ചറിവിന് വേണ്ടി ഒരു ജീവിതകാലം മുഴുവൻ ചിലപ്പോൾ നമ്മൾ എന്തുകൊണ്ടെടുക്കുന്നു? ഗീതയുടെ സാരഗർഭമായ തത്വങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത്ഭുതകരമായ ഉൾക്കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഉൾക്കാഴ്ചകളിലൂടെ ഇറങ്ങി എത്രയോ നമ്മൾ മുന്നേറിക്കഴിഞ്ഞു. കർമ്മം എങ്ങനെ ചെയ്യണം? മനുഷ്യ ജീവിതത്തിൽ കർമ്മം ചെയ്തേ മതിയാകൂ എന്ന് ഭഗവാൻ ഉദ്ബോധിപ്പിക്കുന്നു. എന്നാൽ കർമ്മം ചെയ്യാനുള്ള വഴി, കർമ്മം ചെയ്യാനുള്ള രീതി, അതെങ്ങനെ ചെയ്യണം? കർമ്മണ്യേവാധികാരസ്ഥ എന്ന് തുടങ്ങുന്ന ഈ ശ്ലോകം എത്ര പ്രസിദ്ധമാണെന്ന് പറയേണ്ടതില്ല. എന്നാൽ അതിൻ്റെ വ്യാവഹാരിക വശങ്ങളിലേക്ക്, പ്രായോഗിക തലങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുകയാണ്. എത്രയോ വ്യാഖ്യാനങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു. ഇതൊരു വ്യാഖ്യാനമല്ല, ഇത് ജീവിതത്തിൻ്റെ നേർക്കാഴ്ചയാണ്. നമുക്കിന്നത്തെ ചർച്ചയിലേക്ക് ഇറങ്ങാം. ഈ ചർച്ചയിൽ നമ്മെ നയിക്കാൻ എന്നത്തെയും പോലെ നമ്മോട് കൂടെയുണ്ട് രാജയോഗിനി ബ്രഹ്മകുമാരി പങ്കജ് ബെഹൻജി. ബെഹൻജി, ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓം ശാന്തി. ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകമാണ് ഗീതയിൽ കർമ്മണ്യേവാധികാരസ്ഥ. കർമ്മത്തിൽ മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് തോന്നുന്ന സംശയം. കാരണം നമ്മൾ ജീവിതം ജീവിക്കുന്നത് തന്നെ കർമ്മം ചെയ്യാനും അതിൻ്റെ റിസൾട്ട് എടുക്കാനും വേണ്ടിയാണ്. ജോലി ചെയ്യുന്നതിൻ്റെ പരമമായ ഉദ്ദേശം ശമ്പളമല്ലെന്ന് പറയുമെങ്കിലും ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ ആരും തയ്യാറല്ല. ഫലകാംക്ഷ ഉണ്ട്. ആ ഫലകാംക്ഷയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്നിരിക്കെ ഈശ്വരൻ ഇത്ര ശക്തമായിട്ട് അതിൽ നിനക്ക് അധികാരമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? കർമ്മം ഉപേക്ഷിക്കാനുള്ളൊരു ആഹ്വാനമാണോ അത്? കർമ്മം ഉപേക്ഷിക്കാനല്ല എന്ന് പിന്നെ പറയുന്നുണ്ട്, അലസനായിട്ടിരിക്കാൻ പാടില്ല എന്ന്. കർമ്മം തീർച്ചയായിട്ടും ചെയ്യണം. പക്ഷേ പ്രതിഫലത്തെ നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് വർത്തമാന സമയത്തിലേക്ക് ശ്രദ്ധ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു പാട്ട് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു കുട്ടി ട്രോഫിയിൽ ശ്രദ്ധിച്ചിട്ട് പാട്ട് പാടിയാൽ ആ കുട്ടിക്ക് സമ്മാനം കിട്ടുന്ന ഉറപ്പില്ല. പക്ഷെ ആ കുട്ടി ആ പാട്ടിലെങ്കിൽ ലയിച്ച് പാട്ട് പാടുകയാണെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടിക്ക് സമ്മാനം ലഭിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക, പ്രതീക്ഷിക്കേണ്ട. പ്രതീക്ഷിച്ചാൽ നമുക്കത് കിട്ടിയില്ല എന്നിരിക്കട്ടെ, പിന്നെ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, നിരാശ വരും. പിന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രദ്ധിക്കില്ല. ഞാൻ ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്തു, ആ വ്യക്തി എന്നോട് നന്ദി ഉണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെയ്യുമ്പം ആ വ്യക്തി എന്നോട് നന്ദി കാണിച്ചില്ല എന്നിരിക്കട്ടെ, പിന്നെ ഒരു വ്യക്തിക്ക് ചിലപ്പം വീണ്ടും ആ ഉപകാരം നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കാതെ ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു സഹായം ചെയ്തു, ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാണ്ടാണ് ചെയ്തത്. ആ വ്യക്തിക്ക് ചെയ്ത സഹായം ശരിക്കും ഗുണം കൊടുത്തു, ആ വ്യക്തി നന്നായി, ആ വ്യക്തി ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. നാളെ ഈ ആൾക്ക് എന്തോ ഒരു പ്രശ്നം വരെയാണ്, ഇദ്ദേഹം അന്ന് സഹായിച്ച ആ വ്യക്തി ഇപ്പോൾ നല്ല നിലയിലാണ്, അയാൾക്ക് സഹായിക്കാൻ പറ്റും, എന്നിട്ട് സഹായിച്ചില്ല എന്നിരിക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും തോന്നും, എന്നാലും ഞാൻ ആ വ്യക്തിക്ക് വേണ്ടപ്പോൾ ചെയ്തിട്ട് ഇപ്പോൾ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ നോക്കിയേ, അങ്ങനെ ഒരു വിചാരം വരുന്നതിന് അർത്ഥം എന്താ? നമ്മൾ പ്രതീക്ഷയോടെ ചെയ്തത്. ഈ പ്രതീക്ഷ വെച്ച് ആ പ്രതീക്ഷ നിറവേറ്റപ്പെട്ടില്ലെങ്കിൽ പിന്നെ തുടർന്നുള്ള പുണ്യകർമ്മങ്ങളിൽ നിന്ന് നമ്മൾ പിൻവാങ്ങുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. ആ ഒരു ഉദ്ദേശവും ചിലപ്പോൾ ഇതിൻ്റെ പിന്നാലെ. അതെ. പിന്നെ രണ്ടാമത്, നമ്മളിപ്പോൾ ഒരാളെ സഹായിച്ചു, ആ വ്യക്തി നമുക്കൊരാവശ്യം വന്നപ്പോൾ അയാൾ സഹായിച്ചില്ല, ഇനി വീണ്ടും ആ വ്യക്തിക്ക് ഒരാവശ്യം വരികയാണ്, അപ്പോൾ നമുക്ക് അയാളെ സഹായിക്കാൻ പറ്റില്ല. പക്ഷെ അന്ന് എന്നെ സഹായിച്ചില്ലല്ലോ, അപ്പോൾ വീണ്ടും നമ്മൾ അയാളെ സഹായിക്കുന്നില്ല എന്ന് ചേർത്ത് നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ചെയ്യണത്. നമ്മുടെ തോന്നലാണ്, നമ്മൾ പറയാറുമുണ്ട് ചിലപ്പം, അല്ലെങ്കിൽ നമുക്ക് തോന്നലാണ് ഞാൻ ഒരു പ്രതീക്ഷയും കൂടാണ്ട് ചെയ്യണത് എന്ന്. സത്യത്തിൽ നമ്മൾ വളരെ സൂക്ഷ്മത്തിലേക്ക് ഇറങ്ങി ചെയ്ത് നോക്കി അറിയാം, പ്രതീക്ഷയോട് കൂടിയാണ് ചെയ്യണത്. അതുകൊണ്ട് നമ്മൾ അത്രത്തോളം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് നമ്മുടെ ഉള്ളിലത്തെ ആ പ്രതീക്ഷ എടുത്തു കളയാനാണ് ഭഗവാൻ ഈ ശ്ലോകത്തിന് എത്രയും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. ഒരു രാജാവ് ഒരിക്കൽ ഒരു വലിയൊരു കയറിൽ അറ്റത്ത് ഒരു കയർ കെട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അറ്റത്തൊരു സ്വർണ്ണമാല തൂക്കിയിട്ടുണ്ടായിരുന്നു. ആ കയറിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ട് ആർക്കാണ് ആ സ്വർണ്ണമാല എടുക്കാൻ പറ്റുക അവരെ എടുക്കാം എന്ന് പറഞ്ഞു. ഒരുപാട് പേര് പരിശ്രമിച്ചു, എല്ലാവരും ഇടയിൽ വെച്ച് വീണുപോയി. പക്ഷെ ഒരു വ്യക്തിക്ക് ആ കയറിൻ്റെ മുകളിൽ കൂടെ നടന്നിട്ട് ആ സ്വർണ്ണമാല എടുക്കാൻ സാധിച്ചു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വ്യക്തി, ബാക്കി എല്ലാവരും സ്വർണ്ണമാലയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നടന്നത്, അതുകൊണ്ട് അവർക്ക് അവിടെ എത്താൻ സാധിച്ചില്ല. പക്ഷേ ഈ വ്യക്തി കയറിൽ ശ്രദ്ധിച്ചുകൊണ്ട് നടന്നുകൊണ്ട് ആ വ്യക്തിക്ക് അവിടം വരെ എത്താൻ പറ്റി. അതുകൊണ്ട് നമ്മുടെ കർമ്മത്തിൽ മികവ് വരാനും
പ്രതിഫലം പ്രതീക്ഷിക്കാണ്ട് വർത്തമാന സമയത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ പ്രതിഫലം ഉറപ്പാണ്, തീർച്ചയായിട്ടും കിട്ടും. കർമ്മമാകുന്ന വിത്തിന് പതിരേയില്ല പറയില്ല. ഈച്ച് ആൻഡ് എവറി ആക്ഷൻ ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് സയൻസിൻ്റെ മാത്രം തിയറിയല്ല, നമ്മുടെ നിത്യജീവിതത്തിലെ കർമ്മത്തെയും ബാധിക്കുന്ന തിയറിയാണ്. അതുകൊണ്ട് എന്ത് കർമ്മം ചെയ്താലും തീർച്ചയായിട്ടും അതിന് ഫലമുണ്ട്. ബെഞ്ചി, കർമ്മത്തിൻ്റെ ഈ അധികാരത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യുന്നത് വർത്തമാന കാലഘട്ടത്തിലാണ്, ഫലം വരുന്നത് ഭാവിയിലാണ്. എപ്പോഴും ഭാവിയെക്കുറിച്ചുള്ള ഈ പ്രതീക്ഷ, അത് പലപ്പോഴും ശുഭപ്രതീക്ഷ വേണം, അശുഭപ്രതീക്ഷ ഉണ്ടാവാം. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഇന്ന് എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് കർമ്മം ചെയ്തുകൂടെ? ഭാവിയിലേക്ക് നോക്കിക്കൊണ്ട് കർമ്മം ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? വർത്തമാന സമയത്തെ സാഹചര്യങ്ങൾ എന്തായാലും അതിനാദ്യം അംഗീകരിക്കണം. എന്നാലേ ഭാവിയിലേക്ക് നമുക്ക് കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ പറ്റുള്ളൂ. ആരൊക്കെയാണോ നമ്മൾ ആ വർത്തമാന സമയത്ത് സാഹചര്യത്തിൽ എത്താനായിട്ട് സഹായിച്ചത്, നമുക്ക് അവരോട് നന്ദി ഉണ്ടായിരിക്കണം. നമ്മൾ അവരോടുള്ള സമീപനം ആ നന്ദിയുള്ള രീതിയിലായിരിക്കണം. അവരുടെ അനുഗ്രഹവും കൂടി ഉണ്ടെങ്കിലേ, അതുകൊണ്ട് എല്ലാവരും ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവർക്കും നന്ദി പറയുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ അവരുടെ പണ്ട് കാലത്തൊക്കെ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും ആ നിമിത്തമായിട്ടുള്ളവർ മുതിർന്നവരുടെയൊക്കെ കാല് തൊട്ട് നമസ്കരിച്ചിട്ട് അനുഗ്രഹം വാങ്ങിയിട്ട് പോകണത് അതിന് വേണ്ടിയിട്ടാണ്. ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയെ നോക്കാനുള്ള വഴിയുണ്ട്, അതുകൊണ്ടാണ് വിവാഹം കഴിക്കുന്നത്. പക്ഷേ വിവാഹത്തിന് ഇത്രയും ബന്ധുക്കളെയും മിത്രങ്ങളൊക്കെ വിളിച്ച് വരുത്തി അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങുന്നത് എന്തിനാണ്? വെറും നമ്മുടെ സാമർത്ഥ്യം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ അങ്ങേ അറ്റം വരെ എത്താൻ സാധിക്കില്ല, എല്ലാവരുടെയും അനുഗ്രഹം കൂടെ വേണം. അതുകൊണ്ട് വർത്തമാന സമയത്ത് ആദ്യം നമ്മൾ അംഗീകരിക്കണം. വർത്തമാന സമയത്ത് നമ്മൾ പഴിചാരി കുറ്റപ്പെടുത്തി അത് നമ്മൾ അസംതൃപ്തരാണെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിൽ നമുക്ക് പുരോഗമനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഭാവിയെ നമ്മൾ അവിടെ ഇരിക്കട്ടെ, ഭാവി നന്നാവണമെങ്കിലും ആദ്യം വർത്തമാന സമയത്തെ നമ്മൾ അംഗീകരിക്കണം. വർത്തമാന സമയത്ത് എന്ത് സാഹചര്യം ആയിക്കോട്ടെ അത് അംഗീകരിക്കുക. അതിന് നമുക്ക് സഹായിച്ച ആൾക്കാരെ നമ്മൾ ഓർമ്മിച്ച് അവരോട് നന്ദിയുള്ളവരായിരിക്കാം. ഭാവി താനെ ഉജ്ജ്വലമാകും. ലിവ് ഇൻ ദ പ്രസൻറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ പലരും 80% പേരും ഭാവിയിൽ ജീവിക്കുന്നു, അല്ലെങ്കിൽ ഭൂതകാലത്തിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞുപോയ കാര്യങ്ങൾ കഴിഞ്ഞു. നമുക്കതിന് എത്ര ചിന്തിച്ചാലും, ക്യാൻസൽഡ് ചെക്ക് എത്ര തിരിച്ചും തിരിച്ചും നോക്കിയാലും വേസ്റ്റ് അല്ലേ? മരിച്ചുപോയ ആളെ ശവം കുഴിയിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് ഇരുന്ന് കരയുന്നത് പോലെയാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നത്. അതിന് എത്ര ആലോചിച്ചാലും ചിന്തിച്ചാലും അങ്ങനെയെല്ലാം ആകാൻ പോകുന്നില്ല. അതൊന്നൊരു പാഠം പഠിക്കണം, അതിന് നമ്മൾ ഓർക്കണം, അത് നല്ലതാണ്. ഒരു കുട്ടി പാട്ട് പാടുമ്പം തൊട്ട് മുമ്പത്തെ വരി തെറ്റിപ്പോയി എന്നിപ്പോൾ ഓർമ്മിച്ചാൽ ഈ വരിയും തെറ്റും, അടുത്ത വരിയും തെറ്റും. അതുകൊണ്ട് പോട്ടെ, സാരില്ല, അത് അവിടെ ഇരിക്കട്ടെ. വർത്തമാനത്തെ ഞാൻ എങ്ങനെ നേരെയാക്കാം എന്ന് ചിന്തിക്കുന്നതാണ് ബുദ്ധിയുള്ളവരുടെ അടയാളം. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു മൺപാത്രം ഉണ്ടാക്കി വെക്കുന്ന ഒരാളുണ്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റുണ്ടെങ്കിൽ നല്ല മഴ. അപ്പോൾ അയാൾ മഴയെ ശപിക്കാൻ തുടങ്ങി. ഈ മഴയത്ത് ഞാൻ എങ്ങനെ മൺപാത്രം ഉണ്ടാക്കി ഉണക്കി കൊണ്ടുപോയി വിൽക്കും, എങ്ങനെ കാശ് കിട്ടും, ഈ മഴ, നശിച്ച മഴ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ശപിക്കാൻ തുടങ്ങി മഴയെ. വീട്ടിലൊന്നുമില്ല, പൈസയൊന്നുമില്ല, അത് കാരണം കുട്ടികളൊക്കെ പട്ടിണിയാണ്. 2 കുട്ടികളുണ്ട്, 2 പേരും ഓരോ മൂലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ രാവിലെ തൊട്ട് വഴക്ക് പറയാം. പിന്നെ കുട്ടികളോടായി, ഈ നാശങ്ങൾ ഇവർ ജനിച്ചത് മുതൽക്ക് ഇവരുടെ ഭാഗ്യദോഷ, അത് കാരണം ഇവിടെ കാശൊന്നും ഇല്ലാത്തത്, ഇവർ ജനിച്ചത് മുതൽക്ക് എപ്പോഴും ദാരിദ്ര്യ എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വഴക്ക് പറയാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഭാര്യ വന്ന് പറഞ്ഞു. ഭാര്യ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന സ്ത്രീയാണ്. അവർ പറഞ്ഞു ഭർത്താവിനോട്, നോക്കിയേ, നമുക്ക് വേനൽക്കാലം ഉണ്ടായിരുന്നു, ആ സമയത്ത് വേണമെങ്കിൽ കുറേ ഉണ്ടാക്കി എടുത്തു വെക്കായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പോൾ എടുത്തിട്ട് പോയിട്ട് അത് കടയിൽ കൊണ്ടേ വെക്കായിരുന്നു. പോട്ടെ, കഴിഞ്ഞത് ഇപ്പം നമ്മൾ ഓർത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു മഴക്കാലം വരുന്നത് പണ്ടേ നമ്മൾ ഓർമ്മിക്കണമായിരുന്നു. പോട്ടെ, സാരില്ല, ഇപ്പോൾ മഴയാണ്, നമ്മൾ കുട്ടികൾക്ക് കഴിക്കാനോ ഒന്നും കൊടുത്തില്ല. പിന്നെ വഴക്കും കൂടെ പറഞ്ഞ പാവം നോക്കി അവരുടെ മുഖം നോക്കി എങ്ങനെ ഉണ്ടെന്ന്. അവർ അച്ഛനും അമ്മയുടെയും അടുത്ത് പോലും വരാതെ എവിടെയോ പോയി ഒളിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പം അടുത്ത വീടുകളൊക്കെ ജോലിയൊക്കെ ഉണ്ട്, ഞാൻ എവിടെയെങ്കിലും പോയിട്ട് ജോലിയൊക്കെ അങ്ങ് ഈ കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് ഇവിടെ ഇരുന്നാൽ മതി. ഞാൻ പോയിട്ട് ജോലി ചെയ്തിട്ട് വരുമ്പോൾ എന്തെങ്കിലും കഴിക്കാനും കിട്ടും, എന്തെങ്കിലും ശമ്പളവും കിട്ടും. നമുക്ക് ഇനി അടുത്ത പ്രാവശ്യം വേനൽക്കാലം വരുമ്പം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാം, കുറച്ച് നേരത്തെ എല്ലാം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വിറ്റിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താം. ഇതാണ് വർത്തമാന കാലത്ത് ജീവിക്കാന്ന് വെച്ചാൽ അർത്ഥം. കഴിഞ്ഞതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ഭർത്താവിനെ ശപിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്തില്ല. ഭർത്താവിന് ഇപ്പോൾ ഒരു ജോലി കൊടുത്ത് മക്കളെ നോക്കിയിരുന്നാൽ ഞാൻ പോയിട്ട് 4 വീട്ടിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ വർത്തമാനത്തിൽ നോക്കുമ്പോൾ നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചാലും ഭാവിയെക്കുറിച്ച് ആലോചിച്ചാലും ഇപ്പോൾ നമ്മുടെ കയ്യിലില്ലല്ലോ. ഇപ്പോൾ ഇരിക്കണേനെ വിട്ട് പറക്കണേനെ പിടിക്കുക എന്ന് പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് പ്രസൻറ്റിനെ പ്രസൻറ്റ് എന്ന് പറയുന്നത്.
പാസ്റ്റാണ്, യെസ്റ്റർഡേ അത് കഴിഞ്ഞു, ഫ്യൂച്ചർ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ വർത്തമാനം ഇത് ഈശ്വരൻ നമുക്ക് തന്നൊരു പ്രസൻറ്റാണ്, സമ്മാനമാണ്. അതുകൊണ്ടാണ് ഇതിനെ പ്രസൻറ്റ് എന്ന് പറയുന്നത്. പ്രസൻസ് ഓഫ് മൈൻഡ് എന്നും എത്രയോ നമ്മൾ ധാരാളം ഉപയോഗിക്കുന്നു. അതെ, അതുകൊണ്ട് പ്രസൻറ്റ് ടൈമിൽ നമ്മൾ ആ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി കാര്യങ്ങൾ കാണുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമുക്കൊരു പ്രസൻറ്റാക്കി മാറ്റാൻ സാധിക്കും. ബെഞ്ചി, കർമ്മത്തെക്കുറിച്ച് ഇത്രയും ശക്തമായിട്ട് ഈശ്വരൻ പറയുന്ന സ്ഥിതിക്ക് കർമ്മം ഉപേക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസി ഇപ്പോൾ പൊതുവെ കുറവാണെന്ന് പറയും. ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു, കർത്തവ്യങ്ങളെല്ലാം വിട്ടുകൊണ്ട് ഈശ്വരാന്വേഷണത്തിനോ മറ്റു കാര്യങ്ങൾക്കോ. അങ്ങനെ കർമ്മങ്ങളെ വിട്ടുകൊണ്ട് ഈശ്വരാന്വേഷണത്തിന് പോകുന്നത് അതാണോ ചെയ്യേണ്ടത്, അതോ കർമ്മങ്ങളെ വിടാതിരിക്കുകയാണോ ചെയ്യേണ്ടത്? ഭഗവാൻ കർമ്മം ചെയ്യാനാണ് നിങ്ങൾക്ക് അധികാരം, അതിൻ്റെ ഫലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം ഫലം ഈശ്വരൻ്റെ കയ്യിലാണ്, ഫലം തരുന്നത് ഭഗവാനാണ്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജിൻ്റെ മകൻ എന്തോ വലിയ കാര്യമായിട്ടുള്ള തെറ്റ് ചെയ്തു, കയ്യും കളവായിട്ട് പിടിച്ചു. അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റും? വെറുതെ വിടാൻ സാധിക്കില്ല. അദ്ദേഹം എന്തെങ്കിലും വകുപ്പുണ്ടോ, മോൻ്റെ ശിക്ഷ ഏറ്റവും കുറയ്ക്കാൻ എന്താ വഴി എന്ന് നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ ശിക്ഷ വിധിക്കും. ഈശ്വരൻ അതുപോലെ ഫലം തൻ്റെ കയ്യിൽ വെച്ചിരിക്കുന്നത് നമുക്കൊരു അധികാരം തരാതിരിക്കാനും അല്ലെങ്കിൽ നമ്മൾ അതിനുള്ള കഴിവുള്ളവരല്ല എന്നും വിചാരിച്ചിട്ടല്ല. അതേപോലെ നമ്മൾ എന്ത് നല്ല കർമ്മം ചെയ്താലും ദൈവം അതിനെ ഫലമടങ്ങാക്കി കൂട്ടിത്തരും. ശാസ്ത്രങ്ങൾ കാണിക്കുന്നുണ്ട്, കുചേലൻ ഒരു പിടി അവല കൊടുത്തത്, പക്ഷേ ഭഗവാൻ എത്ര പ്രതിഫലം കൊടുത്തു. ദ്രൗപദി ഒരു ചെറിയ ശീലകഷ്ണം കീറി ശ്രീകൃഷ്ണൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തതിന് എത്ര സാരി തിരിച്ചു കിട്ടി. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചെയ്താൽ പല കോടി മടങ്ങായിട്ട് തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഈശ്വരൻ നമ്മളെ കല്യാണകാരിയാണ്, ഈശ്വരൻ മംഗളകാരിയാണ്, കരുണാസാഗരനാണ്. അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ കർമ്മത്തിന് ഫലം തൻ്റെ കൈ വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. നല്ല കർമ്മങ്ങൾക്ക് പല മടങ്ങ് വർദ്ധിപ്പിച്ചും ചീത്ത കർമ്മങ്ങളെ പല മടങ്ങ് കുറയ്ക്കുന്നതും കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയൊക്കെ പോണത്. മാത്രമല്ല ബെഞ്ചി, എനിക്ക് തോന്നിയത് നമ്മൾ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ കർമ്മം ചെയ്തു അതിന് ഇത്ര കിട്ടണം നമ്മൾ വിചാരിച്ചു, പക്ഷേ ശരിയായ കണക്ക് ഉള്ളത് ഈശ്വരൻ്റെ കയ്യിലാണ്. എത്ര തരണം നമുക്ക് പലപ്പോഴും അതിൻ്റെ ക്ലാരിറ്റി ഉണ്ടാവുന്നില്ല. നമ്മൾ നമ്മുടെ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് പലപ്പോഴും എനിക്ക് ഇത്രയാണ് കിട്ടേണ്ടത്. പലപ്പോഴും ചുരുക്കാറുമുണ്ട്, എനിക്ക് ഇത്ര കിട്ടാനേ യോഗ്യതയുള്ളൂ, പക്ഷെ യോഗ്യത എത്രയുണ്ടെന്ന് അറിയുന്നത്. അപ്പം അതുകൊണ്ടായിരിക്കാം അധികാരം ഇല്ല എന്ന് പറയുന്നത്. വേറെ അടുത്ത ശ്ലോകത്തിൽ അതിനേക്കാളും ശക്തമായൊരു വാക്ക് ഉപയോഗിക്കുകയാണ്. ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്നവൻ ദീനനാണ്, നികൃഷ്ടനാണ് എന്നുള്ള രീതിയിൽ പോലും ഈശ്വരൻ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും ശക്തമായ വാക്ക് അവിടെ എന്തുകൊണ്ട് ഉപയോഗിക്കണം? കർമ്മം നമ്മുടെ രചനയാണ്. അപ്പോൾ നമ്മുടെ ദാസന്മാരിൽ നിന്ന് യജമാനൻ എന്തെങ്കിലും പ്രതീക്ഷിക്കുകയെന്ന് വെച്ചാൽ അത് എന്തൊരു ഗതികേടാണ് അല്ലേ. അതുകൊണ്ട് നമ്മുടെ തന്നെ രചനയായിട്ടുള്ള കർമ്മത്തിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നവൻ തീർച്ചയായിട്ടും ദുർബലനാണ്, വളരെ താഴ്ന്ന സ്ഥിതിയിലേക്ക് ഇറങ്ങുകയാണ്. അതുകൊണ്ടാണ് കർമ്മ ഫലം പ്രതീക്ഷിച്ചിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു, കാരണം നമ്മൾ കർമ്മം ചെയ്ത് ആത്മാവ് വളരെ ദുർബലമായി, യഥാർത്ഥത്തിൽ വളരെ ശക്തിയുണ്ട്, ഗുണങ്ങളുണ്ട് എന്നെല്ലാം പറഞ്ഞു, പക്ഷേ ഇപ്പോൾ വളരെ വീക്കായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ മായയുടെയോ അല്ലെങ്കിൽ ദുർബലതയുടെ ആവരണം ഉള്ളത് കൊണ്ട് ചെയ്യുന്ന കർമ്മം ചിലപ്പോൾ യജമാനനായിട്ട് തോന്നുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെക്കാളും വലുതാണ് ഈ കർമ്മം. ആ ഒരു തെറ്റിദ്ധാരണ കലിയുഗത്തിൽ പ്രത്യേകിച്ചുണ്ട് അല്ലേ. അതുകൊണ്ടാണ് ജോലിയാണ് എല്ലാം, അതെനിക്ക് ശരീര നിർവഹണാർത്ഥം ചെയ്യേണ്ട ഒരു കർമ്മം മാത്രമായിരിക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇത്രയും കൂടുന്നതും അതിൽപ്പെട്ട ഒരുപാട് പേര് ഇന്ന് ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഏത് തരത്തിലുള്ളൊരു മനോഭാവം കൊണ്ടുവരണം? നമ്മുടെ പ്രസൻറ്റ് അൺഎംപ്ലോയ്മെൻറ്റും ഇതെല്ലാം നോക്കുകയാണെങ്കിൽ തൊഴിലിനെ ഏത് രീതിയിൽ നമ്മൾ സമീപിക്കും? നേരത്തെ പറഞ്ഞതുപോലെ കർമ്മം നമ്മുടെ ദാസനാണ്, നമ്മളാണ് യജമാനൻ. നമ്മൾ അതിനുള്ള യോഗ്യത കൈവരിക്കുമ്പം നമ്മൾ കർമ്മത്തെക്കുറിച്ച് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ചോ നമ്മൾ ആ യോഗ്യത നേടിയെടുത്താൽ മതി, നമുക്കുള്ള ഫീൽഡ് നമ്മുടെ മുമ്പിൽ താനേ എത്തും. നമ്മൾ ബീയിങ് ആയാൽ മതി, അപ്പോൾ ഡൂയിങ് നമ്മൾ അന്വേഷിച്ച് വരും. ഇപ്പോൾ നമ്മൾ ഡൂയിങ് കുറിച്ച് ചിന്തിക്കുകയാണ്. നമ്മുടെ അകത്തുള്ള ബീയിങ് എന്ന ഭാഗത്തെ ശക്തിശാലിയാക്കാനാണ് ശ്രീമദ് ഭഗവത്ഗീത അടിവരയിട്ട് പറയുന്നത്. ബെഞ്ചിമിനെ കർമ്മത്തെ ത്യജിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ, അല്ലെങ്കിൽ കർമ്മഫലത്തെ ത്യജിക്കുക, കർത്തവ്യത്തെക്കുറിച്ചാണ് എന്തായാലും ശ്രദ്ധ കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു സിദ്ധാന്തം ധാരാളം പേര് പറയുന്നുണ്ട്, സമൂഹത്തിനോടൊരു ശ്രദ്ധ വേണം. വിവേകാനന്ദനൊക്കെ വളരെ ശക്തമായിട്ട്, ഗീതയുടെ വലിയ പ്രയോക്താവായിരുന്ന വിവേകാനന്ദൻ തന്നെ പറയുന്നു, നിങ്ങൾ ജനങ്ങളുടെ ചെലവിൽ വിദ്യാഭ്യാസം ചെയ്ത് എന്നിട്ട് അവരെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ജനവഞ്ചകനാണ്. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാം ത്യജിച്ച് ഇത്ര വലിയ റാങ്കോട് കൂടി പാസ്സായി, നമ്മൾ കേട്ടിട്ടുണ്ട്,
എന്നിട്ട് വലിയ ജോലിക്ക് വേണ്ടി വിളിക്കുന്നതിൻ്റെ ഇടയിലാണ് എല്ലാം വിട്ട് ഇന്ത്യയെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച്. ആ ഒരു മോഡൽ ഇന്ന് നമ്മൾ പ്രാവർത്തികമാക്കാൻ നോക്കിയാൽ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതോ അങ്ങനെ ഇറങ്ങിയാൽ ആരെൻ്റെ ആഹാരത്തിന് അത് ഞാൻ കണ്ടെത്തണോ? അവിടെ ഒരു വലിയ ആശയക്കുഴപ്പമുണ്ടാകുന്നില്ല. നമ്മൾ ജനങ്ങളുടെ സേവ ശരിക്കും ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ, സേവ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, തമിഴിലൊരു ചൊല്ലുണ്ട്, ഊരാൻ പിള്ളയെ ഊട്ടി വളർത്താൽ താൻ പിള്ള താനേ വളരും എന്ന് പറയും. നമ്മൾ ജനങ്ങളുടെ കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ നമ്മുടെ കാര്യം ചെയ്യും. ഗാന്ധിജി സമൂഹ സേവയ്ക്ക് വേണ്ടി ഇറങ്ങി, പ്രദേശ സേവയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പം അദ്ദേഹത്തിന് ഏത് കാറ്റ് വേണ്ടിയിട്ട് പിരിവിനെടുക്കാൻ വേണ്ടി വന്നാലും അദ്ദേഹത്തിന് ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. എല്ലാ കാര്യത്തിനും വേണ്ട കാശ് ചിലവാക്കിയതിന് ശേഷം ബാക്കി ബാങ്കിൽ നിക്ഷേപിക്കുമായിരുന്നു ഗാന്ധിജി. വിവേകാനന്ദ സ്വാമിയുടെ ഒരു ഫോറിൻ വേശ്യാസ്ത്രീ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതം ഓറഞ്ച് പോലെയാണ്, ഞാൻ അതിൻ്റെ ലാസ്റ്റ് തുള്ളി വരയ്ക്കും ഞാൻ കുടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വിവേകാനന്ദ സ്വാമി മറുപടി പറഞ്ഞു, എൻ്റെ ജീവിതം ഒരു ഓറഞ്ചാണ്, ഞാനും അതിൻ്റെ ലാസ്റ്റ് തുള്ളി വരയ്ക്ക് എടുക്കും, പക്ഷേ എല്ലാവരെയും കുടിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ നമ്മൾ സമൂഹത്തിൻ്റെ സേവ ചെയ്യുമ്പം നമ്മുടെ ഒരു കാര്യവും ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല. ഒരിക്കൽ ഒരാളുടെ ലോകത്തെ നന്നാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചു. ഏകദേശം 4-5 വർഷം അദ്ദേഹം ലോകത്തെ നന്നാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒത്തിരി പ്രോജക്ട്സ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്, കർമ്മ പദ്ധതിയുണ്ട്. അതൊക്കെ അനുസരിച്ച് അദ്ദേഹം ഒത്തിരി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് കുറച്ച് വളരെ ടഫായിട്ടുള്ളൊരു കാര്യമാണ്. പല ഭാഷ, പലതരത്തിലുള്ള വിചാരങ്ങളുള്ള ആൾക്കാർ, പല റെസ്പോൺസ്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ നാടിനെ മാത്രം നന്നാക്കാം വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഏരിയ കുറച്ച് ചുരുക്കി ആ നാടിൻ്റെ സേവ ചെയ്യാനായിട്ട്. അതുപോലെ അദ്ദേഹം ഒത്തിരി കിണഞ്ഞ് പരിശ്രമിച്ചു. ഏകദേശം 4-5 വർഷം അതിൽ സ്പെൻഡ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇവിടെയും കുറച്ച് ടഫാണ്, എൻ്റെ നാടൊക്കെ ആണെങ്കിലും പല ഭാഷയും പല സംസ്കാരമുള്ള ആൾക്കാരും ഇവരിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കുറച്ച് പാടാണ് എന്ന് മനസ്സിലായി. അത് വിചാരിച്ചാൽ ഒരു കാര്യം ചെയ്യാം, എൻ്റെ സ്റ്റേറ്റിൻ്റെ മാത്രം കാര്യം ഞാൻ ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റിനെ നന്നാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ഒത്തിരി ബാനറൊക്കെ പ്രിൻ്റ് ചെയ്തു, ഒത്തിരി ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ച്, ഒത്തിരി ഹാൻഡ് ബില്ലൊക്കെ പ്രിൻ്റ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിച്ചു, സന്ദേശങ്ങളൊക്കെ എത്തിക്കാനൊക്കെ പരിശ്രമിച്ചു. 4-5 കൊല്ലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് അതും കുറച്ച് ടഫാണ്, പ്രയാസമാണ്. അദ്ദേഹം വിചാരിച്ചെന്ന ഒരു കാര്യം ചെയ്യാം, എൻ്റെ കുടുംബത്തിൻ്റെ നന്മ ഞാൻ ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ബാക്കി എല്ലാറ്റിനെക്കാട്ടിലും ഏറ്റവും പ്രയാസം സ്വന്തം കുടുംബത്തിൽ പ്രവർത്തിക്കുന്നതാണ്. വെച്ചാൽ കുടുംബത്തിലുള്ളവർക്ക് പ്രതീക്ഷയാണ്, അല്ലാണ്ട് അവർ ഇങ്ങോട്ട് സഹകരിക്കാനൊന്നും തയ്യാറില്ല. ഇദ്ദേഹത്തിൻ്റെ എല്ലാ നന്മകളും തിന്മകളും എല്ലാ വശങ്ങളും അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റുള്ളവരുടെ സഹകരണം കുറച്ചും കൂടെ ടഫായി. അപ്പോഴേക്കും അദ്ദേഹത്തിന് വയസ്സുമായി, അദ്ദേഹം കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഏറ്റവും നന്നാക്കാൻ പറ്റുന്ന ഏറ്റവും മുഖ്യമായിട്ടുള്ള വ്യക്തി, ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു വ്യക്തി ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലായത്. അപ്പോൾ ആദ്യം ഞാൻ ഈ കാര്യം എന്നെ നന്നാക്കിയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ലോകത്തെ മുഴുവൻ നന്നാക്കാൻ പറ്റുമായിരുന്നു എന്ന്. അതുകൊണ്ട് സമൂഹ സേവ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ആ സമൂഹ സേവ ചെയ്യുന്ന വ്യക്തി സ്വസേവ ആദ്യം ചെയ്യണം. ആദ്യം സ്വയത്തെ നന്നാക്കണം. ടൂൾ തന്നെ റിപ്പയർ ആണെങ്കിൽ പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെ ഉണ്ടാവും? അതുകൊണ്ട് ടൂൾസ് റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു കാര്യവും നിൽക്കില്ല, അവർക്ക് വേണ്ടത് അവർ അന്വേഷിച്ചെത്തും. ബെഞ്ചി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ സ്വന്തം സേവനം എന്ന് പറഞ്ഞു, സമൂഹത്തിൻ്റെ സേവനം, എന്തൊക്കെ കാറ്റഗറി അവിടെ ഉണ്ട്? എന്തെല്ലാം രീതിയിൽ അതിനെ തിരിക്കാം? ആദ്യം നമ്മുടെ തന്നെ മനസ്സ് ശാന്തമായിരിക്കണം. ശാന്തമായിട്ടുള്ള മനസ്സിലാത്ത വ്യക്തിക്ക് മറ്റുള്ളവരുടെ സഹകരണം എങ്ങനെ കിട്ടും? ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സംസ്കാരം ശാന്തമായതുകൊണ്ട് നോൺ വയലൻസിൻ്റെ ആധാരത്തിലല്ല അദ്ദേഹത്തിന് ഇത്രയും മുഴുവനും ജനങ്ങളെ തൻ്റെ പിന്നാലെ അണിനിരത്താൻ സാധിച്ചത്. ആദ്യം നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം, ശുഭമായിരിക്കണം. എത്ര വിമർശനങ്ങൾ വന്നാലും, എത്ര എതിർപ്പുകൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ആ തളരാത്ത മനസ്സ്, അക്ഷീണമായിട്ടുള്ളൊരു സ്വഭാവം, ഇങ്ങനെ ഈ മൂല്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ. അപ്പോൾ സ്വന്തം സേവനം എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിലേക്ക്, ആ ഒരു അവസ്ഥയിലേക്ക് മനസ്സിനെ എത്തിക്കാൻ ചെയ്യുന്ന പരിശ്രമത്തെയാണ് യഥാർത്ഥത്തിൽ സ്വസേവനം. അല്ലാതെ ഞാൻ എനിക്ക് വേണ്ടി മാത്രം എല്ലാം സമ്പാദിച്ചു കൂട്ടുക, ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കുക, ഞാനാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, അത് സ്വാർത്ഥതയാണ്. സ്വസേവ എന്ന് പറയുമ്പം നമ്മളെ ഉള്ളിനെ ശക്തിശാലിയാക്കാം. അപ്പോഴേ നമുക്ക് ഇത്ര വലിയ ചുമതല ഏറ്റെടുക്കാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. എൻ്റെ സ്വന്തം ജീവിതത്തിലും എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ ബ്രഹ്മകുമാരീസിൽ വരുന്ന സമയത്ത് എനിക്ക് വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. ബ്രഹ്മകുമാരീസ് വിദ്യാലയത്തിലേക്ക് വന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയ ഉടനെ, മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഈശ്വരനുമായിട്ടുള്ള കണക്ഷനാണ്. ഈശ്വരൻ എല്ലാ നന്മകളുടെയും സ്രോതസ്സാണ്. ദൈവത്തിനെ ഓർമ്മിക്കുമ്പോൾ നമ്മളിലേക്ക് ആ നന്മകൾ ഒഴുകാണ്. അത് കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഉള്ളിൽ ശക്തിയുള്ളത് കൊണ്ട് എനിക്കിപ്പോൾ എത്രയോ പേരുടെ കാര്യങ്ങൾ കേൾക്കാനും അവർക്ക് സൊല്യൂഷൻസ് കൊടുക്കാനും, എത്രയോ നമ്മുടെ ബ്രഹ്മകുമാരീസിൻ്റെ ശാഖകളെ നിയന്ത്രിക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും, ശരീരത്തിൻ്റെ ആരോഗ്യം പോലും ബ്രഹ്മകുമാരീസ് വന്നതിന് ശേഷം സത്യം പറഞ്ഞാൽ കൂടുതൽ ആരോഗ്യം വർദ്ധിക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാം ചെയ്യാൻ സാധിച്ചു. അതുകൊണ്ട് സ്വസേവ എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നമ്മളെ മൂല്യങ്ങളുള്ളവരാക്കി മാറ്റുമ്പം നമുക്ക് നല്ല സേവനം കാഴ്ചവെക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ബെഞ്ചി, നമ്മൾ ഈ
എന്തൊക്കെ തരം സേവനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ചർച്ചയെ നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. കാരണം ഇന്ന് സമയം ചുരുങ്ങുകയാണ്. മാത്രമല്ല ഗീതയിലെ പ്രസിദ്ധമായ ശ്ലോകങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നതും. ധ്യാനം അല്ലെങ്കിൽ യോഗം എങ്ങനെ കർമ്മത്തെ ശ്രേഷ്ഠമാക്കുന്നു എന്ന് ഭഗവാൻ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ആ പ്രക്രിയയും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നത്തെ ഇത്രയും സമയം ആഴമേറിയ ഉൾക്കാഴ്ചകളിലൂടെ നമ്മളെ കൊണ്ടുപോയതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഓം ശാന്തി. കർമ്മം എന്ന ഏറ്റവും വലിയ പ്രതിഭാസം മനുഷ്യനെ ഏറ്റവും ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നതും ഇത് തന്നെയാണ്. ഏറ്റവും ലളിതമായ കാര്യം, എല്ലാവരും ഒരു നിമിഷം പോലും ചെയ്യാതിരിക്കാത്ത, എല്ലാവരും എപ്പോഴും ചെയ്യുന്ന കർമ്മങ്ങൾ മനുഷ്യനെ എന്തുകൊണ്ട് ഇത്രയും സംഭ്രമത്തിലേക്ക് കൊണ്ടുപോയി, എന്തുകൊണ്ട് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോയി? കാരണം കർമ്മത്തെ നോക്കിക്കാണുന്ന രീതി, അതിലുണ്ടായ പിഴവ്, അത് നമ്മളെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് ഈശ്വരൻ നമ്മളെ മുക്തമാക്കുകയാണ്. കർമ്മം ചെയ്യണം, ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധയൂന്നിക്കൊണ്ട് ചെയ്യണം. അടുത്ത സെക്കൻഡിലേക്ക് ശ്രദ്ധിക്കാനുള്ള അവകാശം നമുക്കില്ല. ആ അവകാശം നമ്മളിൽ നിന്ന് ഈശ്വരൻ ബലമായി പിടിച്ചു വാങ്ങുകയാണ്. മാത്രമല്ല, ഫലത്തെ ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മം നികൃഷ്ടമാണെന്ന് വരെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഫലം എന്തായാലും വന്നുകൂടും. കർമ്മം ചെയ്യുമ്പോൾ, ഈ വർത്തമാന കാലഘട്ടത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ നമ്മുടെ ഭാവി സ്വാഭാവികമായും ശ്രേഷ്ഠമായി തീരുമെന്ന തത്വത്തെയാണ്. ആ തത്വത്തെ നമുക്ക് മനസ്സിനകത്തേക്ക് സ്വാംശീകരിക്കാം. ഇന്നു മുതലുള്ള ജീവിതത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിട്ടപ്പെടുത്താം. അങ്ങനെ ഗീത ഉദ്ദേശിക്കുന്ന, ഭഗവാൻ ഉദ്ദേശിക്കുന്ന ഉയർന്ന അവസ്ഥയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും പ്രയാണം ചെയ്യാം. യാത്രയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന് നന്ദി. ഇന്നത്തെ ഈ ചർച്ചയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്.